ഹായ് ഹലോ 2025 ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2025 എന്താണ് സന്തോഷങ്ങളാണോ സങ്കടങ്ങളാണോ എന്താണ് ഉണ്ടായതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തോടു കൂടിയിട്ട് 2025 കഴിയുക. എനിക്ക് 25 വലുതായിട്ട് ഇഷ്ടമായിട്ട് ഒന്നും നടന്നിട്ടില്ല. പിന്നെ കുറേ അധികം സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളും ഉണ്ടായിട്ടുള്ളൂ 2025. ഇൻഷാ അല്ലാഹ് 26 എന്തോ ആവോ എന്തോ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരോടും കൂടിയിട്ട് ഇങ്ങനെ അറിയാതെ എല്ലാ തീരുമാനങ്ങളും കുറച്ചും കൂടി ആലോചിച്ച് എടുക്കാവുന്ന തീരുമാനങ്ങളാക്കുക 26. പിന്നെ എനിക്ക് പറയാനുള്ളത് 2026 ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആരെയും പരിഹസിക്കാണ്ട് ആരെയും വിഷമിപ്പിക്കാണ്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പടച്ചോനുണ്ടല്ലോ. കാരണം നിങ്ങൾ കാരണം ഒരാൾ വിഷമിച്ചിട്ടുണ്ടോ, നിങ്ങൾ കാരണം ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ അനുഭവിക്കാണ്ട് എവിടെയും പോകില്ല. കാരണം റിയൽ എന്ന് പറഞ്ഞാൽ റിയലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2026 നല്ല രീതിക്ക് ജീവിക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടോ വിഷമിച്ചിട്ടോ കിട്ടുന്ന സന്തോഷങ്ങൾ അത് അധികകാലം ഉണ്ടാവത്തില്ല. എനിക്ക് 26 ഇൻഷാ അല്ലാഹ് നന്നാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉമ്മയും ഉപ്പയും ഉള്ള കാലമാണ് എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള കാലം അല്ലേ? എനിക്കങ്ങനെ ഉണ്ടോ? എൻ്റെ ഉമ്മയും ഉപ്പയും ഉള്ള കാലം വരെ ഞാൻ ഒരു കാര്യത്തിനും സങ്കടപ്പെടത്തില്ല. സങ്കടങ്ങൾ ഉണ്ടാവും, പക്ഷേ സങ്കടം തീർക്കാൻ ഒരുപാട് കരയും. പക്ഷേ ഉമ്മയൊക്കെ അത്രയ്ക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ അവരുള്ള കാലം വരെ ഞങ്ങൾ ഒരു കാര്യത്തിലും ഒരാളെ മുന്നിലും തോൽക്കത്തില്ല. അങ്ങനെ 2025 അവസാനിക്കുകയാണ്. എല്ലാവരോടും നല്ല ഓർമ്മകൾ തന്നതിന് എല്ലാവരോടും ഒരുപാട് വേദനിപ്പിച്ചതിനും ഒരുപാട് സങ്കടപ്പെടുത്തിയതിനും ഒരുപാട് കരയിപ്പിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ. 2025 എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉറച്ച് തീരുമാനം എടുക്കുക. എല്ലാവരെയും നോക്കണ്ട. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾ എടുക്കുക. നാട്ടുകാർ എന്ത് പറയും, ഫാമിലി എന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് നാട്ടുകാരോ ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നുമല്ല. പിന്നെ അതിന് ശേഷമുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നതും അതിൽ പങ്കുചേരാനോ ഒരു നാട്ടുകാരോ ഒരു ഫ്രണ്ട്സ് ഫാമിലി ആരും വരത്തില്ല. അപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാണ്ട് നിങ്ങൾ എപ്പോഴും ഡ്രോപ്പ് ആക്കിക്കണം. മീൻസ് ഫാമിലി ഫ്രണ്ട്സ് വീട്ടുകാർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡ്രോപ്പ് ആക്കിയ കാര്യമാണെങ്കിൽ നിങ്ങൾ കുറച്ച് തീരുമാനം എടുക്കുക. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട. 2026 ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്കൊരു വിലയും തരാത്ത സ്ഥലങ്ങളിലുണ്ടല്ലോ, നമുക്ക് ഏത് ചെല്ലരുത്. ഇപ്പം നമ്മൾ ആരെങ്കിലും മെസ്സേജ് അയക്കുക, വിളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഫ്രണ്ട്സ് ആവട്ടെ എന്തോ ആവട്ടെ ഏത് റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് ഒരു തരി പോലും വില തരുന്നില്ല എങ്കിൽ അവിടെ പിന്മാറാത്രേ ഉള്ളൂ. പിന്നെ മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ ആളെ ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം നിങ്ങൾക്കൊരു പറ്റിന് വില തരുന്നില്ലെങ്കിൽ അത് വേണ്ട വെക്കുക. ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ വേണ്ട വെക്കുക. കാരണം ഇപ്പോൾ ആ വില പോലും തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിലയും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരു വിലയില്ലാത്ത ആളെ പോലെ ആവും. അതാ പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറാം. എല്ലാവരെയും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. സ്വന്തം അധ്വാനിച്ച് ജീവിക്കാം. അത്രേ പറയുള്ളൂ.